നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് ഏർലി ഇന്ത്യ എന്നാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുടെ വികാസം അല്ലെങ്കിൽ എൻവയോൺമെന്റലിസത്തിന്റെ വികാസം ഇന്ത്യയിലെ വിവിധ കാലഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏർലി ഇന്ത്യയിൽ, അതായത് ആദ്യകാല ഇന്ത്യയില് പരിസ്ഥിതിവാദം എങ്ങനെയായിരുന്നു എന്നുള്ളത് പരിശോധിക്കാം. അപ്പൊ ആദ്യകാല ഇന്ത്യയില് മനുഷ്യനും പരിസ്ഥിതിയും മതങ്ങളും എല്ലാം തന്നെ ദൈവങ്ങളും ഒക്കെ ഇഴുകിച്ചേർന്നുള്ള ഒരു ജീവിതമായിരുന്നു. അതായത് മനുഷ്യന് പ്രകൃതി ഇല്ലാതെ നിലനിൽപ്പില്ല എന്നുള്ള, പ്രകൃതിയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മനുഷ്യന് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകൃതി ആരാധനയും ഒക്കെ തന്നെ വളർന്നു വന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യൻ ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി നമുക്ക് അന്ന് ഒരു വന സംസ്കാരമാണ് ഉണ്ടായിരുന്നത്, അതായത് ഒരു ഫോറസ്റ്റ് കൾച്ചറാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഇന്ത്യൻ സംസ്കാരത്തില് നമ്മൾ ആശ്രമം, 4 ആശ്രമ വ്യവസ്ഥയിലൂടെയാണ് മനുഷ്യ ജന്മം കടന്നു പോകുന്നത്. അതായത് ഒരു പുരുഷായുസിനെ 100 വർഷമായിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ 25 വർഷക്കാലം ബ്രഹ്മചര്യ ആശ്രമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിദ്യാഭ്യാസം ആർജിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. രണ്ടാമത്തേത് ഗൃഹസ്ഥാശ്രമമാണ്. അതായത് 25 മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടം നമുക്ക് അവന്റെ കുടുംബപരമായിട്ടുള്ള ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം 50 ശേഷം വരുന്നത് 50 മുതൽ 75 വരെയുള്ള കാലഘട്ടം ഒരു റിട്ടയർമെന്റിനുള്ള ഒരു കാലമാണ്. അതായത് ഭൗതിക ജീവിത സുഖഭോഗങ്ങളിൽ നിന്നെല്ലാം തന്നെ മനുഷ്യൻ അതിനെയൊക്കെ പരിത്യജിക്കാനുള്ള ഒരു ട്രെയിനിങ്. അതാണ് പൂർണ്ണമായിട്ട് പരിത്യജിക്കുകയല്ല, എന്നാൽ അതിനെയൊക്കെ ക്രമേണയായിട്ട് പരിത്യജിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് വീട് വിട്ട് കുടുംബം എന്ന ആ ഒരു ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഒരു സന്യാസത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു വാനപ്രസ്ഥം എന്ന 3ാമത്തെ കാലഘട്ടം. ഇനി 4ാമത്തേത് സന്യാസമാണ്. 75 മുതൽ 100 വയസ്സ് വരെയുള്ള, മരണം വരെയുള്ള കാലഘട്ടം സന്യാസത്തിന്റെ കാലഘട്ടമാണ്. ഈ സന്യസിക്കുന്നത് തപോവനങ്ങളിലാണ്. അപ്പോൾ നോക്കൂ, മനുഷ്യ ജീവിതവും വനവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിത രീതി. ഇനി മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടിയും ഇന്ധനത്തിന് അഥവാ വിറകിന് വേണ്ടിയും ഒക്കെ തന്നെ ഈ വനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ മനുഷ്യനും വനവും അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ വ്യത്യാസമില്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഒരുപാട് വന ദൈവങ്ങളും അതുപോലെ വടവൃക്ഷങ്ങളെയൊക്കെ ആരാധിക്കുന്ന രീതികള്, മൃഗങ്ങളെ ആരാധിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളിൽ അഗ്നി, ജലം, ആകാശം, വായു, ഭൂമി, ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ, അതായത് പഞ്ചഭൂതങ്ങളെ ആധാരപ്പെടുത്തിയുള്ള ഒരു ജീവിതം അതായിരുന്നു. അല്ലെങ്കിൽ ജീവന്റെ അടിത്തറ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്. ഇത് വനത്തിൽ ഇതിന്റെ ഒരു സമ്മിശ്രണമാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് അക്കാലത്ത് നിലവിലുണ്ടായിരുന്നത്. അപ്പൊ പരിസ്ഥിതിയും മതവും ഒക്കെ തമ്മിൽ വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി നമുക്ക് നോക്കുമ്പോൾ ഈ ജൈന ബൗദ്ധ പാരമ്പര്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഹിംസ, അല്ലെ? ഇത്തരം മതങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അഹിംസ. അപ്പൊ എല്ലാ ജീവികളോടും കരുണ കാണിക്കുന്ന, എല്ലാ ജീവജാലങ്ങളോടും വളരെ സഹിഷ്ണുതയോടുകൂടി പെരുമാറുന്ന ഒരു ആശയങ്ങളാണ് ഇത്തരം ബൗദ്ധ ജൈന പാരമ്പര്യങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ബുദ്ധൻ ബോധി വൃക്ഷത്തിന്റെ കീഴിലിരുന്നാണ് ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടാകുന്നത്. അപ്പൊ ഈ വൃക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വൃക്ഷങ്ങളുടെ കീഴിൽ ധ്യാനിച്ചിരിക്കുക, ഇതിനൊക്കെ വലിയ പ്രാധാന്യം ഇന്ത്യൻ സംസ്കാരത്തില് ഉണ്ട്. ഇനി നമുക്ക് മൗര്യ കാലഘട്ടത്തിന്റെ പങ്ക് നോക്കാം. മൗര്യ കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുൻപ് 4-2 നൂറ്റാണ്ടുകളില് ഉണ്ടായിട്ടുള്ള ഒരു സംസ്കാരമാണ്, അല്ലെങ്കിൽ ഒരു ഭരണമാണ്. അപ്പൊ ഇന്ത്യൻ ഭരണത്തിലെ പരിസ്ഥിതി നിയന്ത്രണത്തിന്റെ ആദ്യത്തെ ഉദാഹരണങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് തന്നെ ഈ മൗര്യൻ കാലഘട്ടമാണ്. ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വനസംരക്ഷണത്തിന്റെയും ഒരു കാര്യങ്ങൾ കാണാം. വനം വകുപ്പൊക്കെ അന്ന് തന്നെ നിലവിലുള്ളതായിട്ട് നമുക്ക് വനവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക ഉദ്യോഗസ്ഥരുടെ റോളുകളൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തില്
ഇദ്ദേഹത്തിന്റെ കൗടില്യന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വനങ്ങളെ രാജകീയ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. വനങ്ങളിലെ മൃഗയാ വിനോദം അത് രാജാക്കന്മാർക്ക് മാത്രം, അതായത് പൊതുജനങ്ങളൊക്കെ വനത്തിൽ കയറി വേട്ടയൊക്കെ നിരോധിച്ചിരുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. നമുക്ക് അശോകന്റെ ശിലാശാസനങ്ങളിൽ നിന്നൊക്കെ ഇതിന്റെ തെളിവുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി പിന്നീട് ഗുപ്ത കാലഘട്ടത്തിലാണ്. ഗുപ്തകാലം എന്ന് പറയുന്നത് 4, 6 കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ള ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഗുപ്ത കാലഘട്ടം. ഈ കാലത്ത് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അതിന് സാംസ്കാരികവും മതപരവും ഒക്കെ ആയിട്ടുള്ള മൂല്യങ്ങൾ അല്ലെങ്കിൽ അർത്ഥതലങ്ങൾ ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ഭൂദാന സംവിധാനം ഒക്കെ വളർന്നു വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ക്ഷേത്രങ്ങൾക്കും അതുപോലെ ബ്രാഹ്മണർക്കും ഒക്കെ ഭൂമി ദാനം ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മളിത് പറയുന്നത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലെ വനത്തിന്റെ വിസ്തൃതി കുറയുന്നത് നമുക്ക് നോട്ട് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് കൃഷിയുടെ വ്യാപനം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. ഇത് വനത്തിന്റെ നശീകരണത്തിലേക്ക് അതുപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ വികസിക്കുന്നത് ഒക്കെ തന്നെ ഈ വനത്തിന്റെ അളവ് കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷെ എങ്കിലും വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി വർണ്ണനകളൊക്കെ നമുക്ക് വനത്തിന്റെ സൗന്ദര്യമൊക്കെ വർണ്ണിക്കുന്നത് നമുക്ക് കാളിദാസ കൃതികളിൽ നിന്ന്, കാളിദാസൻ ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നവരത്നങ്ങളിൽ ഒരാളാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോ ഈ ഇദ്ദേഹത്തിന്റെ കൃതികളിലെ കാളിദാസ കൃതികളിൽ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യകാല ഇന്ത്യയിലെ പ്രകൃതിവാദം അല്ലെങ്കിൽ പരിസ്ഥിതിവാദം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേക പ്രസ്ഥാനമൊന്നും ആയിരുന്നില്ല. അത് മനുഷ്യൻ ജീവിതം തന്നെയായിരുന്നു. മനുഷ്യരുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുത തന്നെയായിരുന്നു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.